ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനങ്ങൾ. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി പരിശുദ്ധാത്മാവ് ഉണർത്തിയ ഒരു വേദവാക്യം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 23-24 വചനങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നത് തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. Jeremiah chapter 9 verse 23 and 24. This is what the Lord says: Let not the wise boast of their wisdom, or the strong boast of their strength, or the rich boast of their riches, but let the one who boast about this, that they have the understanding to know me, and I am the Lord who exercises kindness, justice, and righteousness on earth. For in these I delight, declares the Lord. Hallelujah. ഇവിടെ ദൈവം ഈ 2 വചനങ്ങളിലുമായിട്ട് ഒന്നിൽ നമുക്കൊരു ഉപദേശത്തിൽ തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു കൽപ്പന തരുന്നു. ആമേൻ. കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു. എന്നാൽ അടുത്ത വചനത്തിൽ ആമേൻ, സ്തോത്രം, ദൈവത്തിന് ഏതാണ് പ്രസാദമുള്ളത് എന്ന് കർത്താവ് ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകളിൽ ഈ 2 വചനം പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് സംസാരിക്കുന്നു. ഒന്ന്, നാം പ്രശംസിക്കുന്നതിനെ കുറിച്ച്. എന്തിനാണ് നാം പ്രശംസിക്കരുത്? ഏതിനെ കുറിച്ചാണ് നാം പ്രശംസിക്കേണ്ടത്? ആമേൻ. നാം നമ്മെ കുറിച്ചാണോ പ്രശംസിക്കേണ്ടത്, അതോ നാം നമ്മെ സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചാണോ പ്രശംസിക്കേണ്ടത്? ഇന്ന് പ്രശംസിക്കുന്ന ആള് അല്ലെങ്കിൽ ഒരു പ്രശംസ കേൾക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഏതൊരു കാര്യം ചെയ്താലും ഒരാൾ നമ്മെ പ്രശംസിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമുളവാക്കുന്ന കാര്യം. പലർക്കും അത് ഭയങ്കര മോട്ടിവേഷനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തെ അറിഞ്ഞ യഥാർത്ഥ ഒരു ദൈവ പൈതൽ നാം ഇന്ന് കാണുന്ന, നാം ഇന്ന് അനുഭവിക്കുന്ന, നമ്മളിലൂടെ ദൈവം ചെയ്തെടുക്കുന്ന കാര്യങ്ങളെയല്ല നാം പ്രശംസിക്കേണ്ടത്. മറിച്ച് നാം അറിഞ്ഞ ദൈവത്തെ നാം പ്രശംസിക്കണം. അതിലാ ദൈവം പ്രസാദിക്കുന്നത്. ഹല്ലേലൂയ. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു കർത്താവ് ജനിച്ചപ്പോൾ തന്നെ ദൂതന്മാർ പാടിയൊരു പാട്ടുണ്ട്: ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അപ്പോൾ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മാത്രമാണ് നാം ജീവിക്കേണ്ടത്. അപ്പോൾ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നാം ദൈവത്തെ പ്രസാദിപ്പിക്കണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നിരൂപണങ്ങളിൽ, നമ്മുടെ ആത്മീക ജീവിതം, മറ്റെല്ലാ കാര്യങ്ങളും നാം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മാത്രം ജീവിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവം ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രശംസയിൽ പോലും ദൈവം പ്രസാദിക്കണമെങ്കിൽ നാം പ്രശംസിക്കേണ്ടത് ദൈവത്തിലായിരിക്കണം. ഇവിടെ 3 കൂട്ടരെ കുറിച്ച് എടുത്ത് പറയുന്നുണ്ട്. ഒന്നാമത് വൈസ് മെൻ, രണ്ടാമത് സ്ട്രോങ് മെൻ, മൂന്നാമത് റിച്ച് മാൻ. ഹല്ലേലൂയ. അപ്പോൾ ജ്ഞാനി, ബലവാൻ, ധനവാൻ, ഈ 3 കൂട്ടരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടുന്നത്, അല്ലെ? നമുക്കറിയാം, ഒരാൾ നല്ല ജ്ഞാനമുണ്ടെങ്കിൽ വൈസ് ആയിട്ടുള്ള ഒരു മനാണ്. ഹല്ലേലൂയ. എല്ലാ കാര്യത്തിലും ലോകപരമായി എല്ലാ ജ്ഞാനമുണ്ട്. ഏതൊരു വാക്ക് പറഞ്ഞാലും ജ്ഞാനത്തോടെ അതൊരു സംസാരിക്കുവാനും അതിന് ഉത്തരം പറയുവാനും ജ്ഞാനത്തോടെ ഇടപെടുവാനും കഴിയുന്ന ഒരു വ്യക്തിയെ കുറിച്ച് എല്ലാവരും പ്രശംസിക്കും. അത് സത്യമാണ്. എന്നാൽ ദൈവം പറയുന്നു, ആ ജ്ഞാനമുണ്ട് എന്ന് അവകാശപ്പെടുന്ന വ്യക്തി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുവാൻ പാടില്ല. ദൈവത്തിന്റെ കൽപ്പനയാണ്. രണ്ടാമത് ഈ ഭൂമിയിൽ നാം പ്രശംസിക്കുന്നതാണ് ബലവാൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ബലമുള്ളവർ ഇന്ന് എല്ലാവർക്കും ബലഹീനത, ആരോഗ്യ പ്രശ്നങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ ഒരു വ്യക്തി നല്ല ആരോഗ്യത്തോടെ, പുഷ്ടിയോടെ, ബലത്തോടെ കാണപ്പെടുമ്പോൾ നാം ആ വ്യക്തിയെ കുറിച്ച് പ്രശംസിക്കും, അവരുടെ ജീവിത രീതിയെ കുറിച്ച് പ്രശംസിക്കും. ഹല്ലേലൂയ. എന്നാൽ ആ ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുതെന്ന് കർത്താവ് പറയുന്നു. 3 നമ്മൾ പ്രശംസിക്കുന്ന ഒരു കൂട്ടരാണ്
ധനവാൻ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഒരു ഉയർച്ചയിൽ, ഉയർന്ന പദവിയിൽ, സമ്പത്തുകളോടെ ഇരിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്ത് പ്രശംസകൾ ലഭിക്കാറുണ്ട്. എല്ലാവരും അവർ പ്രശംസിക്കും. പക്ഷെ ദൈവം പറയുന്നു ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. അപ്പോൾ ഈ മൂന്ന് കൂട്ടരെ പിന്നെ എന്തിനാ പ്രശംസിക്കേണ്ടത്? അതിലല്ല നാം പ്രശംസിക്കേണ്ടത്. ആമേൻ. ആമേൻ. യഹോവയായ ഞാൻ, ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ ദൈവമാണ് ഈ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ നിന്ന് എന്തൊക്കെ മനുഷ്യർ പ്രശംസിക്കത്തക്ക രീതിയിൽ പുറത്തു വന്നാലും ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. ആ ദൈവമാണ് ഇവിടെ ദയയോട് കാര്യങ്ങൾ ചെയ്യുന്നത്, നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് എന്നിങ്ങനെ ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ നാം പ്രശംസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് എല്ലാവർക്കും ലോകപരമായ ജ്ഞാനമുണ്ട്, ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളുണ്ട്, ആവശ്യത്തിന് സുഖ സൗകര്യങ്ങളുണ്ട്, ബലവും ആരോഗ്യവും ഉണ്ടെങ്കിൽ നാം തൃപ്തിയുള്ളവരാണ്, നാം ഭാഗ്യമുള്ളവരാണ്, നാം എല്ലാവരും പ്രശംസിക്കപ്പെടുന്നവരാണ്. അത് നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നന്മ നൽകുന്ന ദൈവമാണ്, നമ്മെ തൃപ്തരാക്കുന്ന ദൈവമാണ്, നമ്മെ ശക്തീകരിക്കുന്ന ദൈവമാണ്, നമ്മെ ജ്ഞാനത്താൽ നിറയ്ക്കുന്ന ദൈവമാണ്. എന്നാൽ ഇതിലൊന്നുമല്ല പ്രശംസിക്കാതെ ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകുമ്പോൾ ഇന്ന് ജ്ഞാനത്തോടെ എന്ത് ചെയ്യാം, ബലത്തോടെ എന്ത് ചെയ്യാം, എന്റെ ധനം ഉപയോഗിച്ച് എന്ത് ചെയ്യാമെന്ന് നാം പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതിൽ പ്രശംസിക്കണം. ആ ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ന്യായം, ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ സ്നേഹം, അതിന്റെ ആഴം, അതിന്റെ നീളം, അതിന്റെ ഉയരം, അതിന്റെ വീതി ആർക്കും വർണ്ണിക്കുവാൻ കഴിയത്തില്ല. നാം എത്ര അറിഞ്ഞാലും നാം ഈ വേദപുസ്തകം ഓരോ വചനങ്ങൾ വായിക്കുമ്പോൾ ചില വചനങ്ങൾ നമുക്ക് സുപരിചിതമായിരിക്കാം, എന്നാൽ വീണ്ടും പരിശുദ്ധാത്മാവ് ഇടപെട്ട് നാം വായിക്കുമ്പോൾ അതിന്റെ ആഴങ്ങളും സത്യങ്ങളും മർമ്മങ്ങളും നമുക്ക് വെളിപ്പെടും. അപ്പോൾ ഈ വചനത്തിൽ കൂടെ നമുക്ക് ദൈവത്തെ ഇനി എത്ര അറിഞ്ഞാലും മതിയാകത്തില്ല. നൂറ്റാണ്ടുകൾ നാം ഈ വചനം പഠിച്ചാലും ഇത് പഠിച്ചു തീർക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, ദൈവത്തിന്റെ ഗുണങ്ങൾ, ദൈവത്തിന്റെ ദൈവത്വം ആർക്കും അത് പറഞ്ഞു തീർക്കുവാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോ നാളും നമ്മുടെ ജ്ഞാനം, ധനം, ബലത്തെ പ്രശംസിക്കുന്നതിനേക്കാൾ ഉപരി അതിന്റെ തൊട്ട് മുൻപിലുള്ള വചനങ്ങൾ വായിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്റെ കൂട്ടുകാരനെ സൂക്ഷിച്ചു കൊള്ളും, സഹോദരനെ നിങ്ങൾ ആശ്രയിക്കരുത്. അപ്പോൾ കൂട്ടുകാരൻ, സഹോദരൻ, ഇവരിലൊന്നും അല്ല ഞാൻ പ്രശംസിക്കേണ്ടത്. എനിക്കിത്ര ഫ്രണ്ട്സ് ഉണ്ട്, എനിക്കിത്ര ബ്ലഡ് റിലേഷൻസ് ഉണ്ട്, ഇതിലൊന്നുമല്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്, ദൈവം നമ്മോട് കൂടി ഇല്ല എങ്കിൽ എല്ലാം ശൂന്യമാണ്. ആയതിനാൽ ഓരോ നാൾ ആ ദൈവത്തോടുള്ള ബന്ധം അധികമായി ദൈവത്തോട് സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അധികമായി വചനം ധ്യാനിപ്പാൻ, നാം ദൈവകാര്യങ്ങൾക്ക് നമ്മുടെ സമയത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ജ്ഞാനത്തെ നാം ചെലവഴിക്കുമ്പോൾ കർത്താവിനെ അധികമായി പഠിക്കുവാൻ, അതിനെ ഗ്രഹിച്ചറിയുവാൻ ദൈവം ഇടയാക്കി തീർക്കും. ആ ദൈവത്തിൽ എന്റെ ദൈവം എത്ര അത്ഭുതവാനാണ്, എത്ര സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ് 6-ാം വചനത്തിൽ വായിക്കുന്നു, യഹോവേ നിന്നോട് തുല്യനാവേ അങ്ങനെ ആരുമില്ല, നീ വലിയവനും നിന്റെ നാമം ബലത്തിൽ വലിയതുമാകുന്നു. അടുത്ത 12-ാം വചനം, അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പോൾ നാം ഈ കാണുന്ന ഭൂമി, നാം ആയിരിക്കുന്ന ഭൂമി തന്റെ ശക്തിയാൽ സൃഷ്ടിച്ച ദൈവം തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചപ്പോൾ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ശക്തിയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഭൂമിയെ സൃഷ്ടിച്ച ശക്തി, ദൈവത്തിന്റെ ജ്ഞാനം ഭൂമണ്ഡലത്തെ സ്ഥാപിച്ച ജ്ഞാനം, തന്റെ വിവേകം ആകാശത്തെ വീഴ്ച വിവേകം, തന്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്തിന്റെ വെള്ളത്തിന്റെ മുഴക്കമുണ്ടാകുന്നു, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവ ആവി കയറ്റുന്നു, മഴയ്ക്ക് മിന്നലുണ്ടാക്കി തന്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഏത് മനുഷ്യനും പ്രൈസ് ദി ലോർഡ്. ജെറമയ chapter 10 verse 14. Everyone is senseless and without knowledge. Every goldsmith is shamed by his idols. The images he makes are a fraud. They have no breath in them. അവന്റെ 14-ാം വചനം, ഏത് മനുഷ്യനും മൃഗപ്രായനും പരിജ്ഞാനമില്ലാത്തവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആയതിനാൽ ഈ നാളുകളിൽ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തെ കൂടുതൽ അറിയുന്നതിൽ, ദൈവത്തെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ നമ്മുടെ ദൈവമായ യഹോവയെ പ്രശംസിക്കുകയാണെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മെ പ്രസാദിച്ച് ഈ ഭൂമിയിൽ കർത്താവ് ജയത്തോടെ നടത്തും. ആ സ്വർഗരാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ ഇടയായിത്തീരും. ഈ വചനങ്ങൾ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകി നല്ല ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം കർത്താവ് എപ്പോഴും ദൈവത്തെ പ്രശംസിക്കുന്നവരായി ഞങ്ങൾ മാറുക, ദൈവത്തിന് പ്രസാദമുള്ളവരായി മാറി തീരുക ഞങ്ങളെ തന്നെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവെ ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര. വിദ്യാഭ്യാസത്തിലോ കർത്താവ്, കുടുംബ മഹിമകളിലോ കർത്താവ്, ഞങ്ങളുടെ ശുശ്രൂഷകളിലോ കർത്താവ്, ആത്മീയ കർത്താവ് ജീവിതത്തിലോ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ജോലി, ഞങ്ങൾക്ക് ദൈവം നൽകിയ മാന്യതകൾ കർത്താവ്, ഇതിലൊന്നുമല്ല കർത്താവ്, എന്റെ ദൈവത്തിൽ മാത്രം പ്രശംസിച്ചുകൊണ്ട് അങ്ങേ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ജീവിതയാത്രയിൽ മുന്നേറുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് സർവശക്തനായി സർവജ്ഞാനിയായി ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സർവവ്യാപിയായി ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം. ഈ വചനങ്ങൾ കർത്താവ് ഞങ്ങളേവരെയും അനുഗ്രഹിച്ചതിനായി സ്തോത്രം. താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.